മലയാള സിനിമയുടെ ഒരു വളർച്ച അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മലയാളത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഗംഭീര ഹിറ്റുകൾ, അതിനൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ മറ്റ് ഇൻഡസ്ട്രിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് പ്രകടനം നടത്താറുള്ളത്. ഇപ്പോൾ വാഴ 2 പോലും ഇങ്ങനെയൊരു ഗംഭീര പ്രകടനം നടത്തുമ്പോൾ അന്യഭാഷാ പ്രേക്ഷകർ അത്ഭുതപ്പെടുകയാണ്. ഒരു സൂപ്പർ താരം പോലുമില്ല, എന്നിട്ടുകൂടി കുറച്ച് ചെറിയ പിള്ളേർ വന്ന് ഇത്രയും വലിയ കളക്ഷനൊക്കെ എടുക്കുക എന്ന് പറയുന്നത് അത്ഭുതമാണ്. സൂപ്പർ താരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മോഹൻലാലിന് മാത്രമേ ആ സ്റ്റാർഡം ഉപയോഗിച്ച് വലിയ കളക്ഷൻ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുമുള്ളൂ. മറ്റ് ഇൻഡസ്ട്രികൾ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ മാത്രം ഹൈയസ്റ്റ് ഗ്രോസും ഇൻഡസ്ട്രി ഹിറ്റും എല്ലാം ആകുമ്പോൾ മലയാള സിനിമ അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുകയാണ് പതിവ്. സൂപ്പർ താര സിനിമകൾക്ക് പകരം ഗംഭീര കണ്ടന്റുള്ള സിനിമകളാണ് മലയാളത്തിൽ ഇൻഡസ്ട്രി അടക്കമുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത്. മോഹൻലാൽ എന്ന സൂപ്പർ താരം തെളിയിച്ച വഴിയിലൂടെ ബോക്സ് ഓഫീസിൽ മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത പലതും ലഭിച്ചിരുന്നു. ആദ്യ 50 100 കോടി സിനിമകളെല്ലാം മോളിവുഡിന് സമ്മാനിച്ചത് മോഹൻലാലാണ്. കേരളത്തിൽ നിന്നും മാത്രം 100 കോടി നേടാൻ മലയാള സിനിമയ്ക്ക് സാധിക്കുമെന്ന് തെളിയിച്ചതും മോഹൻലാൽ തന്നെയാണ്. എന്നാൽ മോഹൻലാൽ സിനിമകളെ മറികടന്ന പല ജോണറുകളിലുള്ള സിനിമകൾ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട്. പുലിമുരുകൻ സ്വന്തമാക്കിയ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റെക്കോർഡ് തകർത്തത് 2018 എന്ന സർവൈവൽ ത്രില്ലർ ആയിരുന്നു. 7 വർഷത്തോളമായിരുന്നു പുലിമുരുകൻ ഇൻഡസ്ട്രി ഹിറ്റായി തിളങ്ങിയത്. മോഹൻലാലിന് ശേഷം സോളോ ഹീറോയുടെ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് നെസ്ലനാണ്. പ്രേമലു എന്ന റോം കോം ചിത്രത്തിലൂടെയാണ് നെസ്ലൻ കരിയറിലെ ആദ്യ 100 കോടി നേടിയത്. മലയാളികൾക്ക് അറിയാവുന്ന കഥയായിരുന്നിട്ട് കൂടി ആടുജീവിതം എന്ന സർവൈവൽ ഡ്രാമ 150 കോടിയിലേറെയാണ് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. സർവൈവൽ ത്രില്ലറായ മഞ്ഞമ്മൽ ബോയ്സ് 200 കോടിയിലേറെ നേടിയതും മറ്റ് ഇൻഡസ്ട്രികളെ ഞെട്ടിച്ചു. എടുത്തു പറയാൻ ഒരു വമ്പൻ താരം പോലുമില്ലാതെയാണ് മഞ്ഞമ്മൽ ബോയ്സ് ഹൈയസ്റ്റ് ഗ്രോസറായത്. ആക്ഷൻ ഫാന്റസി ജോണറിലും 100 കോടി നേടാമെന്ന് ARMലൂടെ ടോവിനോ തെളിയിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം വയലൻസ് ഉള്ള A സർട്ടിഫിക്കറ്റ് ലഭിച്ച മാർക്കോയും 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആക്ഷൻ കോമഡിയായ ആവേശം 150 കോടി നേടി സെൻസേഷനായതും മോളിവുഡിലാണ്. ഫീൽ ഗുഡ് സിനിമയും 100 കോടി നേടാമെന്ന് സർവ്വമായയിലൂടെ നിവിനും തെളിയിച്ചു. തുടർച്ചയായി 2 200 കോടി ചിത്രങ്ങൾ സ്വന്തമാക്കി ഇൻഡസ്ട്രി ഹിറ്റ് നേടി നിന്ന മോഹൻലാലിനെ മാസങ്ങളുടെ വ്യത്യാസത്തിൽ ഈ ഫീമെയിൽ ലീഡ് ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയതും മോളിവുഡിലാണ്. ലോക നേടിയ 300 കോടി കളക്ഷനും ഇൻഡസ്ട്രി ഹിറ്റ് റെക്കോർഡും അത്ര പെട്ടെന്ന് തകർക്കാൻ കഴിയില്ലെന്ന് കരുതിയപ്പോഴാണ് ഒരു കൂട്ടം പുതുമുഖങ്ങൾ ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിടുന്നത്. ആദ്യ ഭാഗത്തിന് മേലെ നിൽക്കുന്ന രണ്ടാം ഭാഗവുമായി വാഴ 2 വൻ കുതിപ്പാണ് നടത്തുന്നത്. എല്ലാം ഒത്തുവന്നാൽ ചന്ദ്രയെ ഹാഷിറും ടീമും മരത്തിയടിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. സ്റ്റാർഡത്തേക്കാൾ കണ്ടന്റിന് പ്രാധാന്യം നൽകുന്ന മോളിവുഡിൽ ഇനി 100 കോടി നേടാൻ ബാക്കിയുള്ളത് ഹൊറർ ജോണർ മാത്രമാണ്. ബാക്കി എല്ലാ ജോണറുകളിലും ഇതിനോടകം മലയാള സിനിമയിൽ 100 കോടി ക്ലബ്ബ് കടന്നിട്ടുണ്ട്. 100 കോടിയും കടന്ന് 200 കോടിയും കടന്ന് 300 കോടി വരെ എത്തി നിൽക്കുന്ന മലയാളം ഇൻഡസ്ട്രിയെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. ഇനിയൊരു ഹൊറർ ജോണർ കൂടി മതി, കാരണം ഹൊറർ ജോണറുള്ള സിനിമകളും മലയാളത്തിൽ പിറക്കുന്നുണ്ടല്ലോ. ഭ്രമയുഗം പോലൊരു സിനിമ വന്നപ്പോൾ 100 കോടി പലരും പ്രഡിക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ 100 കോടിയിലൊന്നും എത്താൻ അതിന് കഴിഞ്ഞില്ല. അതിനുശേഷം DS ഇറേ വന്നു, 100 കോടിയുടെ അടുത്ത് വരെ സഞ്ചരിച്ചു. 80-85 കോടിക്ക് മുകളിലേക്ക് സഞ്ചരിച്ച ചിത്രമായി മാറി DS ഇറേ. എന്നാൽ ഹൊറർ ജോണറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ആ ഒരു ജോണർ പേടി കൂടാതെ കണ്ടിരിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഇരമ്പിയെത്തിയാലേ സംഭവം കിടുകയുള്ളൂ. ഇല്ലെങ്കിൽ അതുപോലുള്ള താരങ്ങൾ ഹൊറർ ജോണർ ചിത്രത്തിൽ വരേണ്ടതുണ്ട്. മോഹൻലാൽ പോലൊരു താരം ഹൊറർ ജോണർ സിനിമ കൊണ്ടുവന്നാൽ അതിനൊരു ഗംഭീര അഭിപ്രായം നേടിയാൽ 100 കോടി നിഷ്പ്രയാസം അടിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഹൊറർ ജോണർ ഈ വർഷം തന്നെ അതുമുണ്ടാകുമെന്നാണ് സിനിമാ പ്രേമികൾ കരുതുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇനിയൊരു ഹൊറർ ജോണറിലൂടെ 100 കോടി മലയാളത്തിൽ പിറക്കുമോ?